മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. പൊതുജനാരോഗ്യത്തിനും കാർഷിക മേഖലയ്ക്കും കൂടുതൽ ഊന്നൽ നൽകുന്നതാണ് ബജറ്റ്. വൈസ് പ്രസിഡന്റ് ബഷീർ തെക്കൻ ബജറ്റ് അവതരിപ്പിച്ചു. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2024-25 വർഷത്തെ ബഡ്ജറ്റ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് പൊതുജന ആരോഗ്യത്തിനും കാർഷിക മേഖലയ്ക്കും കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ് മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ആഗ്രഹിക്കുന്നത്. പൊതുജന ആരോഗ്യക്ഷേമം ഉറപ്പുവരുത്തുന്നതിന് ആവശ്യമായ വിവിധ പദ്ധതികൾക്കും കാർഷിക മേഖലയുടെ അഭിവൃദ്ധി ലക്ഷ്യമിട്ടുകൊണ്ട് തൊഴിലുറപ്പ് ഉൾപ്പെടെ വിവിധ പ്രൊജക്ടുകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുമാണ് ഈ ബജറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. 151,81,93,372 രൂപ വരവും 129,31,20,000 രൂപ ചിലവും 6,50,73,372 രൂപ നീക്കിയിരിപ്പുമുള്ള ബജറ്റ് വൈസ് പ്രസിഡന്റ് ബഷീർ തെക്കനാണ് അവതരിപ്പിച്ചത്. പ്രധാനമന്ത്രി ജൻവികാസ് കാര്യക്രമ പദ്ധതിയിൽ വിദ്യാഭ്യാസ നൈപുണ്യ വികസനം, ആരോഗ്യ മേഖലയുടെ വികസനത്തിന് 60 കോടിയുടെ പദ്ധതികളും വകയിരുത്തി. 50-ലധികം ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണം, റോഡിലെ അടിസ്ഥാന സൗകര്യങ്ങൾ, ബ്ലോക്കിന്റെ കീഴിലുള്ള മുഴുവൻ സ്ഥാപനങ്ങളുടെയും സംരക്ഷണം, പൊതുമരാമത്ത് പ്രവൃത്തികൾക്കായി 14.60 കോടിയും ബജറ്റിൽ നീക്കിവച്ചിട്ടുണ്ട്. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിലെ വയോധികരും സ്ത്രീകളും ഉൾപ്പെടെയുള്ള ആളുകളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് തൊഴിലുറപ്പിൽ 50 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. തെരുവുനായ ശല്യത്തിന് ശാശ്വത പരിഹാരം കാണാൻ 70 ലക്ഷം രൂപ ചിലവിൽ തച്ചമ്പാറയിൽ ABC കേന്ദ്രം ഈ സാമ്പത്തിക വർഷം പൂർത്തീകരിക്കും. അലനല്ലൂർ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സാ സൗകര്യം ഉൾപ്പെടെ ആരോഗ്യ മേഖലയുടെ സമഗ്ര വികസനത്തിനായി 1 കോടി രൂപയും വകയിരുത്തി. നെല്ലുൽപാദനം വർദ്ധിപ്പിച്ച് നെല്ല് നേരിട്ട് സംഭരിക്കുന്നതിന് സമിതികൾ രൂപവൽക്കരിക്കുന്നതിനും ഭക്ഷ്യനാണ്യ വിളകളിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിനും 2.50 കോടിയും വകയിരുത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത അധ്യക്ഷയായി. സ്ഥിരം സമിതി അധ്യക്ഷരായ മുഹമ്മദ് ചെറൂട്ടി, BG ടോമി, KP ബുഷറ, സെക്രട്ടറി D അജിതകുമാരി, അംഗങ്ങളായ മുസ്തഫ വറോഡൻ, CK ജയശ്രീ, അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജന സത്താർ എന്നിവർ സംസാരിച്ചു. മറ്റു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ആസൂത്രണ സമിതി അംഗങ്ങൾ, നിർവഹണ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. CCN മണ്ണാർക്കാട്.